അപ്പൊ രാവിലെ ബാരംപൂരിലെ അക്കർമിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുകയാണ്. വണ്ടിന്റെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പൊ 2500 കിലോമീറ്റർ ആയി. അപ്പൊ 3000ലാണ് മാറ്റേണ്ടത്, പക്ഷെ 2500 എന്തായാലും മാറണം. അപ്പൊ ഇവിടെ വന്നപ്പോ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല, അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇതാ ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ചായക്കട, തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട്. അവിടെ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് അവിടെ കുറെ ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ 2500 കിലോമീറ്റർ ഓടി വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഓയിൽ ചേഞ്ച് ചെയ്യുകയാണ്. ഓയിലൊക്കെ ആകെ കറുത്തിട്ടുണ്ടല്ലോ. വരുന്ന സമയത്താണ് ഓയിൽ മാറ്റിയത്. 3000 ഓടാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അത് ആകെ കരിക്കട്ട ആയിട്ടുണ്ട്. കണ്ടില്ലേ ഓയിലിന്റെ കളറ്? കാതെ ഓടിക്കൊണ്ടിരിക്കല്ലേ 350-400 കിലോമീറ്റർ. അപ്പൊ ഈ ഓയിൽ സീലൊക്കെ പോയിട്ടുണ്ട്. ഹമ്പിലും അതുപോലെ കുണ്ടിലും കുയിലൊക്കെ ചാടിയിട്ട്. ഹൈവേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതും കൂടി മാറട്ടെ. 150 റുപ്യാണെന്നാ പറഞ്ഞത് ഭായ്യ. അപ്പൊ അതും കൂടിയാണ് മാറണം. ഭയ്യ അങ്ങനെ ടയറൊക്കെ അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ തന്നെ കുറച്ച് സമയം പോവും, പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ഓടേണ്ടതല്ലേ. വണ്ടി ശരിയാക്കിയിട്ടില്ലെങ്കിലേ അതൊക്കെ പിന്നെ ഈ യാത്രയിൽ ബുദ്ധിമുട്ടാവും. കാരണം അവിടേക്ക് പോകും തോറും വർക്ക്ഷോപ്പുകളൊക്കെ കമ്മിയായി വരും. ഭായ് അങ്ങനെ വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭായ് നാം ക്യാ ആപ്കാ? മിന. മിന എന്നാണല്ലോ ഭായിന്റെ പേര്. സംഗതികൾ പെട്ടെന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭായ്. പണിയൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ടോ. 270 രൂപയാണ് ആയത്. വളരെ കുറഞ്ഞ പൈസയാണ് ആയിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ബൈ. ആ ഭായിമാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് അവരൊക്കെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, ടീക്ക് ബൈ ബൈ ബൈ. ഹൈവേന്ന് ഒന്ന് മാറിയിട്ട് ചെറിയ റോഡിന് വന്നു. ബഹൻ നഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മൂർഗ്രാം ബഹൻ നഗർ. അവിടെ വന്നതാണ്. അവിടെ വന്നപ്പോ ചെറിയ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെയാണ്. കണ്ടില്ലേ, കൃഷിക്കാരാണ് ഇവിടെ മൊത്തം. അപ്പൊ ഇതിലേക്ക് ഒന്ന് കാണാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഈ വീടുകളെ കണ്ടില്ലേ, ഒരുപാട് വർഷം പഴക്കമുള്ളതാട്ടോ. ഫുള്ള് മൺവീടുകളാണ്. വൈക്കോലൊക്കെ റോട്ടിൽ ഉണക്കാട്ടതാണ്. മൺവീടുകൾ കണ്ടില്ലേ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. മണ്ണ് എന്താ ചാണകം എന്താ ചുമരുമ്മിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ചുമരുമ്മിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇതാണ് ഇവിടെ വീടുകൾ. ഹലോ അപ്പൊ ഇവരെ വീടുകളും ചുറ്റുപാടുകളൊക്കെയാണ്. ഇവിടെ ചെറിയൊരു കുട്ടിയുണ്ട്. ഹലോ, ഹായ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വൈക്കോലൊക്കെ ഇവിടെ കൂട്ടിയിട്ടതാണ്. കണ്ടില്ലേ, വീടുകളൊക്കെ കണ്ടില്ലേ, വളരെ സാധാരണക്കാരായ ആളുകളെ വീടുകൾ. ഒക്കെ മൺവീടുകളാണ്. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടോ. അപ്പൊ ഇവിടെ ഒരു ബയ്യനെ കണ്ടു. റക്കി. നമ്മളെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടൂരും കാളിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ ഒരാളെയും കൂടിയും കണ്ടു. അയാളും വണ്ടൂരൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവരൊക്കെ ഓരോ ജോലികളിൽ ഏർപ്പെട്ട് നിൽക്കാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പുറത്ത് മീന് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ. പ്രശ്നമൊന്നുമില്ല, ഇതിലെ വീഡിയോ എടുത്തോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവരെ വീട് സെറ്റപ്പ് ഒക്കെ എങ്ങനെ, റോഡിന്റെ സൈഡിൽ ഒരു ഇഷ്ടിക വെച്ചിട്ട് മതില് പോലെ ഉണ്ടാവും. പിന്നെ അതിനൊരു മെയിൻ ഗേറ്റും. അങ്ങനെ ആ മെയിൻ ഗേറ്റ് കയറി വന്നാലാണ് ഇവരെ വീട്ടിലേക്ക് എത്തുക. പിന്നെ ചുറ്റുഭാഗം മതിലാണ്. കണ്ടില്ലേ, ഇങ്ങനെ മതിലുകളാണ്. അപ്പൊ പുറത്തുനിന്നൊന്നും ആർക്കും ഇങ്ങോട്ട് വരാനൊന്നും കഴിയില്ല. അങ്ങനെ മതില് കണ്ടില്ലേ, അവര് വലിയൊരു ഡോറുണ്ട്. പിന്നെ ഭക്ഷണം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കും. പിന്നെ വരെ വീട് ഇങ്ങനെ, വീടിന്റെ അകത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇത് വീട്, ഇത് വാർപ്പാണ് കേട്ടോ.
ഇതിന്റെ നിലം മണ്ണാണ് കേട്ടോ, മണ്ണ് കൊണ്ടാണ്, വേറെ ടൈലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതേമാതിരി തേച്ചിട്ടൊന്നുമില്ല, ഇഷ്ടികയാണ് വീട്. വിറകൊന്നുമില്ല കേട്ടോ, ചാണകത്തിന്റെ കട്ട കണ്ടില്ല, ഇത് ചാണകം ഇങ്ങനെ പരത്തിയിട്ട് ചുമരുമ്പിലൊക്കെ ഒട്ടിച്ചു വെക്കും, എന്നിട്ട് അതുകൊണ്ടാണ് ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, കണ്ടില്ലേ. അതാണ് ഇപ്പൊ കത്തിച്ചിട്ടുള്ളത്. ഇവിടെ ചെമ്മീനാണ് കേട്ടോ, ചെമ്മീനാണ് പൊരിച്ചുകൊണ്ട് വെക്കണത്. ഇപ്പഴത്തെ കാലത്തില് ചോറുണ്ട്, ഇതാ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ഒരു ബയ്യ, ഒരു ചോട്ടു ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞതാണ് ബായി ഈ ചോട്ടു. ഇവരെ വീട്ടിൽ വന്നപ്പോ ഇരിക്കാൻ ചെയറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇവരും തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടി കണ്ടില്ലേ. ഓ, അമ്മച്ചി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അരിയൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ഇവരെ കിച്ചണാണിത്. ഇതും ഇഷ്ടികയാണ്, വാർപ്പാണ്. ഇവരെ സ്റ്റോർ റൂം ആണിത്, കണ്ടില്ലേ, സ്റ്റോർ റൂം. അതുപോലെ ഇത് ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമൊക്കെ അടിപൊളിയാട്ടോ, നല്ല അടിപൊളി കട്ടിലൊക്കെ ഉണ്ട്, രാജകീയ കട്ടിലൊക്കെയാണ്. ഇതാ ഇവിടെ കിടക്കാൻ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇവർക്കും കണ്ടില്ലേ ചുറ്റുഭാഗം ഇതുപോലെ മതില് പോലെയാണ്. പിന്നെ ഒരു ഡോറും. ഇവിടെ പുറത്തൊരു അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. വീട്ടിൽ വന്നിട്ട് ഇരിക്കാട്ടോ, കുട്ടികളൊക്കെ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഒപ്പം ബപ്പു ഷെയ്ക്കും മാറു ഷെയ്ക്കും രണ്ടാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ, ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ കുളം കണ്ടില്ലേ, ഇവര് മീൻ വളർത്തുന്ന കുളാട്ടോ. മിക്കവാറും ഇവരൊക്കെ കടൽ മീനുകളല്ല ഇവർക്ക് കിട്ടുക. കുളങ്ങളിൽ അതുപോലെ നദികളിലൊക്കെ ഉള്ള മീനുകളാണ് ഇവര് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വീടുകളിൽ അവരെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കുളങ്ങൾ കാണാം. ഇതൊക്കെ മീൻ വളർത്തുന്ന കുളങ്ങളാണ്. ഇവർക്ക് വിറകൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവര് ഈ ചാണകം ഇങ്ങനെ കട്ടയാക്കി ഇങ്ങനെ വെക്കുക. അത് ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ്. എന്നിട്ട് ഇതുകൊണ്ടാണ് അവര് കത്തിച്ചിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക. കണ്ടില്ലേ, ഇതോരോ മൺവീടിന്റെ ചുമരുമ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതാണ്. വെസ്റ്റ് ബംഗാളിലെ കാഴ്ചകളാണ് ഇതൊക്കെ. തനി ഗ്രാമങ്ങൾ, വൈക്കോലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അട്ടിക്കിട്ടതാണ്. നാം ക്യാ നാം ക്യാ നാം ക്യാ അടി കൂടല്ലടാ. എന്താണ്, ട്രാക്ടർ വരുന്നുണ്ട്, ഒന്ന് മാറി നിക്കട്ടെ. പാടം പൂട്ടാനായിട്ട് പോവുകയാണ്. പ്രകൃതി ഇതാണ്. റോഡിന്റെ രണ്ട് സൈഡിലും ഈ കാഴ്ചകളാണ് കാണാൻ കഴിയുക. നോക്കത്താ ദൂരത്തോളം അങ്ങനെ പരന്ന് കിടക്കാണ് കൃഷിഭൂമി. ഇപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ചില സ്ഥലങ്ങളിലൊക്കെ പാടം ഉഴുത് മറിച്ച് വെച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട്. നെൽകൃഷി തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ പച്ചക്കറി കൃഷിയും കാണാം. വെസ്റ്റ് ബംഗാളിൽ സാധാരണ ജനങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് കേട്ടോ ഇത്. ഇലക്ട്രിക് വാഹനമാണ്, ബാറ്ററിക്ക് ഓടുന്നതാണ്. ഇവിടെ നിരപ്പ് സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുക. കാരണം കയറ്റം ഇറക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഉപയോഗിക്കുക ഈ വാഹനം. കണ്ടില്ലേ, ഒരുപാടുണ്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ. ഓട്ടോറിക്ഷ ഉണ്ട്, എന്നാലും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ വാഹനമാണ്. കേരളത്തിലെ പോലെ ലോട്ടറി പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. 6 രൂപയാണ് ഇതിന് ഒന്നിന്. 6 രൂപയാണ് ഒന്നിന്. ഡിയർ $1 കോടി കേട്ടോ ഫസ്റ്റ് പ്രൈസ്. കണ്ടില്ലേ, ഇവിടൊക്കെ അതുപോലത്തെ ലോട്ടറി കടകളുണ്ട്. വെറും യാത്ര പോരല്ലോ, ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ ചോറാണ് കഴിക്കണത്.
ചോറും വെജിറ്റബിൾ കറി കേട്ടോ. ചിക്കനും മീനൊന്നും അവിടെ എടുക്കലില്ല, കാരണം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിനൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടാവും. ഇതല്ലേ, അപ്പോൾ അത് കഴിക്കട്ടെ. ഇന്ന് രാത്രി എത്തിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളത്തിനുള്ള കിഷൻഗഞ്ചിലാണ്. അടിപൊളി പമ്പാണ്. ഇവിടെ കിച്ചനൊക്കെ ഉണ്ട്. ഫുഡ് ഇവിടുന്നാണ് കഴിക്കണത്. ഇന്ന് ചൗമീനാണ് കേട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ ഫുഡാണ്. ചൗമീനാക്കിന്ന്. ചൗമീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കട്ടെ. ചൗമീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നേപ്പാളിലാണ്. അടിപൊളിയാണ് കേട്ടോ ചൗമീൻ. ഇത്രയും നല്ലൊരു പമ്പിൽ ഞാൻ ഇതുവരെയായിട്ട് താമസിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല വൃത്തിയും വലുപ്പവും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി ഐറ്റംസ് ഭക്ഷണം ഉണ്ട്. കണ്ടില്ല, ഇവിടെ തിരക്ക്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്നിട്ട് നല്ല തിരക്കാണ് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട്. പെട്രോൾ പമ്പിൽ സാധാരണഗതിയിൽ ഇതുപോലത്തെ സെറ്റപ്പൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബൂഫേ സെറ്റപ്പൊക്കെ. എന്നാൽ പെട്രോൾ പമ്പിലാണിത്.